അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. രണ്ടാം ക്ലാസ്സിലെ ലിസാനുൽ ഖുർആനിൻ്റെ രണ്ടാമത്തെ പാഠത്തിൻ്റെ ക്ലാസ്സാണ്. അദ്ദർസു സാനി, രണ്ടാം പാഠം. ഹാദാ ബൈത്തുൻ, ഇത് വീടാണ്. ഈ പാഠത്തിൽ പഠിക്കാനുള്ളത് ഹാദാ ഹാദിഹി എന്നുള്ള രണ്ട് വാക്കുകളാണ്. ഇതിൻ്റെ രണ്ടിൻ്റെയും അർത്ഥം ഇത് എന്നാണ്. ഇത് ഹാദ എന്ന് പറഞ്ഞാലും ഇത് എന്നാണ് അർത്ഥം, ഹാദിഹി എന്ന് പറഞ്ഞാലും ഇത് എന്നാണ് അർത്ഥം. ഹാദ എന്നുള്ളത് പുല്ലിംഗത്തിന്, ആണിനാണ് ഉപയോഗിക്കുക. ഹാദിഹി എന്നുള്ളത് സ്ത്രീലിംഗത്തിന്, പെണ്ണിനാണ് ഉപയോഗിക്കുക. അപ്പോൾ നോക്കാം. ഹാദ ഇബ്നുൻ, ഇത് മകനാണ്. ഹാദ ഇബ്നുൻ, ഇത് മകനാണ്. ഇബ്നുൻ എന്ന് പറഞ്ഞാൽ മകൻ. ഹാദിഹി ബിൻതുൻ, ഇത് മകളാണ്. ഇത് മകളാണ്. അപ്പോൾ ഹാദ ഇബ്നുൻ എന്നാണ് പറഞ്ഞത്. ആൺകുട്ടിയായതുകൊണ്ട് മകൻ എന്നുള്ള ആണാണല്ലോ, അപ്പോൾ ഹാദ എന്ന് ഉപയോഗിച്ചു. പെൺകുട്ടി ആയതുകൊണ്ട് ഹാദിഹി എന്ന് ഉപയോഗിച്ചു. അപ്പോൾ ഇതിൻ്റെ അർത്ഥം ഹാദിഹി ബിൻതുൻ, ഇത് മകളാണ്. ഹാദ ഇബ്നുൻ, ഇത് മകനാണ്. അടുത്തത് ഹാദ ദീക്കുൻ, ഇത് പൂവൻ കോഴിയാണ്. പൂവൻ കോഴി. ഹാദിഹി ദജാജത്തുൻ, ഇത് പിടക്കോഴിയാണ്. ഇത് പിടക്കോഴിയാണ്. ഹാദിൻ്റെ അർത്ഥവും ഹാദിഹിൻ്റെ അർത്ഥവും ഇത് എന്നാണ്. ഒന്നാമത് ദീക്കുൻ എന്നാണ് പറഞ്ഞത്, പൂവൻ കോഴി ആണാണ്. രണ്ടാമത് ദജാജത്തുൻ എന്നാണ് പറഞ്ഞത്, പിടക്കോഴി, അത് പെണ്ണാണ്. പെണ്ണാകുമ്പോൾ ഭൂരിഭാഗവും അവസാനം താ ഉണ്ടാകും, ഹാ താ ഉണ്ടാകും. അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. അടുത്തത് ഹാദാ ബൈത്തുൻ, ഇത് വീടാണ്. ഹാദാ ബൈത്തുൻ, ഇത് വീടാണ്. ഇത് ബാത്ത ആണ്, അതുകൊണ്ട് തന്നെ ഇത് മുഅന്നസല്ല, സ്ത്രീലിംഗമല്ല, പുല്ലിംഗമാണ്. ഹാദാ ബൈത്തുൻ, ഇത് വീടാണ്. ഹാദിഹി ബഖറത്തുൻ, ഇത് പശുവാണ്. താ ഉണ്ട് ലാസ്റ്റ്, അപ്പോൾ പശു, അത് സ്ത്രീലിംഗമാണ്, അതുകൊണ്ടാണ് ഹാദിഹി എന്ന് കൊടുത്തത്. ഇവിടെ ഈ ബൈത്തിൻ്റെ പകരം ദാറുൻ എന്ന് കൊടുക്കുകയാണെങ്കിൽ, ദാറുൻ എന്നുള്ളത് സ്ത്രീലിംഗമാണ്. സ്ത്രീലിംഗവും പുല്ലിംഗവും മനസ്സിലാക്കാൻ കുറേ അടയാളങ്ങളുണ്ട്. ഇപ്പോൾ നമ്മൾ രണ്ടാം ക്ലാസ്സിൽ എടുത്തിട്ടുള്ളൂ, അപ്പോൾ അതിനനുസരിച്ച് പഠിച്ചാൽ മതി. അപ്പോൾ ഹാത്താ ഉള്ളത് സ്ത്രീലിംഗം എന്നുള്ള നിലക്ക് നോക്കുക. അതുപോലെ തന്നെ നമുക്ക് അറിയാവുന്ന കുറച്ച് വാക്കുണ്ടാവും. ഉമ്മുൻ, ഉമ്മ പെണ്ണാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അതിന് ഹാത്താൻ്റെ ആവശ്യമില്ല, അത് സ്ത്രീലിംഗമാണ്. അപ്പോൾ ഹാദിഹി എന്ന് കൊടുക്കുക. ബിൻതുൻ, മകള്, അതിനും ഹാദിഹി എന്ന് കൊടുക്കുക. ഉഖ്തുൻ, സഹോദരി, അതൊക്കെ നമുക്ക് മനസ്സിലാവും ആണാണോ പെണ്ണാണോ എന്നുള്ളത്. അടുത്തത് ഹയ്യാ നഖ്റഉ, നമുക്ക് വായിക്കാം. ഹാദാ ബാബുൻ, ഇത് വാതിലാണ്. ഹാദിഹി ഷജറത്തുൻ, ഇത് മരമാണ്. ബാബുൻ എന്നുള്ളത് താ ഇല്ലാത്തത് കൊണ്ട് മുദക്കറാണ്, അതായത് പുല്ലിംഗമാണ്, ആണാണ്, അതുകൊണ്ട് ഹാദ എന്ന് ഉപയോഗിച്ചു. ഷജറത്തുൻ എന്നുള്ളത് ഹാത്ത ഉണ്ടായതുകൊണ്ട്, അവസാനം ഹാത്ത ഉണ്ടായതുകൊണ്ട് പെണ്ണാണ്, അതുകൊണ്ട് ഹാദിഹി എന്ന് ഉപയോഗിച്ചു. അടുത്ത ഹാദാ കുർസിയുൻ, ഇത് കസേരയാണ്. ഹാദിഹി സയ്യാറത്തുൻ, ഇത് കാറാണ്, കാറ്. അപ്പോൾ സയ്യാറത്തുൻ എന്നുള്ളത് ഹാത്ത ഉണ്ടായതുകൊണ്ട് അവിടെ ഹാദിഹി എന്ന് ഉപയോഗിച്ചു. കുർസിയുൻ എന്നുള്ളത് ഹാത്ത ഇല്ലാത്തത് കൊണ്ട്, ആണായതുകൊണ്ട് ഹാദ എന്ന് ഉപയോഗിച്ചു. അടുത്ത നക്തുബോ, നമുക്ക് എഴുതാം. ഇവിടെ പശുവിൻ്റെ പിക്ചർ കൊടുത്തിട്ടുണ്ട്, പിന്നെ ഹാദിഹി എന്ന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ, പിന്നെ ഡാഷാണ്. അവിടെ ബഖറത്തുൻ എന്ന് എഴുതി കൊടുക്കണം. ബഖറത്തുൻ, പശുവിൻ്റെ ചിഹ്നം കണ്ടതുകൊണ്ട്, പശുവിൻ്റെ പിക്ചർ കണ്ടതുകൊണ്ട് ഇത് ബക്കറത്താണെന്ന് മനസ്സിലായി. അപ്പോൾ ഹാദിഹി ബക്കറത്തുൻ. അടുത്തത് ഹാദ എന്ന് കൊടുത്തിട്ടില്ല, അവിടെ ഹാദ എന്ന് എഴുതി കൊടുക്കേണ്ടതാണ്. ദീക്കുന്ന് മാത്രമേ എഴുതി കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ പൂവൻകോഴി ആകുമ്പോൾ ആണാണ്, അതുകൊണ്ട് ഹാദ എന്ന് കൊടുക്കും. മൂന്നാമത്തത് പൂവിൻ്റെ പിക്ചർ മാത്രമേ കൊടുത്തിട്ടുള്ളൂ, ഒന്നും എഴുതി കൊടുത്തിട്ടില്ല പുസ്തകത്തിൽ. അപ്പോൾ അവിടെ ഹാദിഹി സഹ്റത്തുൻ എന്ന് എഴുതി കൊടുക്കണം. ഹാദിഹി സഹ്റത്തുൻ എന്ന് എഴുതി കൊടുക്കണം. അടുത്ത ഡാഷ്
പിന്നെ സിഞ്ചാബിൻ്റെ ഒരു പിക്ചർ മാത്രം കൊടുത്തിട്ടുള്ളൂ, അണ്ണാൻ്റെ ഒരു പിക്ചർ മാത്രം കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ അവിടെ ഹാദ സിഞ്ചാബുൻ എന്ന് എഴുതി കൊടുക്കണം. ഹാദ സിഞ്ചാബുൻ എന്നാണ് അത് എഴുതി കൊടുക്കുക. ഇത് അണ്ണാനാണ്. ഇവിടെ ഹാദിഹി സിഞ്ചാബ് എന്ന് കൊടുക്കാൻ പറ്റുകയില്ല. കാരണം സിഞ്ചാബുൻ എന്നുള്ളതിൻ്റെ ലാസ്റ്റ് താ ഇല്ല. താ ഉണ്ടെങ്കിൽ മുഅന്നസാണ്, അപ്പോൾ ഹാദിഹി എന്ന് കൊടുക്കണം. ഇവിടെ താ ഇല്ലാത്തത് കൊണ്ട് ആണാണ്. ആണായതുകൊണ്ട് ഹാദ സിഞ്ചാബുൻ എന്നാണ് പറയാം. ഇവിടെ സഹ്റത്തിൻ്റെ അവിടെ തുന്നുണ്ട്, അവസാനം ഹാത്ത ഉണ്ട്, അതുകൊണ്ട് തന്നെ ഹാദിഹി എന്ന് കൊടുക്കണം. നഖ്റഉ മിനൽ ഖുർആനി, ഖുർആനിൽ നിന്ന് നമുക്ക് ഓതാം. ഇന്ന ഹാദിഹി തദ്കിറ, ഇത് ഓതിയാൽ മതി. ഇവിടെ ഹാദിഹി എന്നുള്ള വാക്കുണ്ട്, അതുകൊണ്ടാണ് ഈ ഖുർആൻ ആയത്ത് കൊടുത്തത്. ഫൽയഅ്ബുദൂ റബ്ബ ഹാദൽ ബൈത്ത്, ഇവിടെ റബ്ബ ഹാദ എന്നുള്ള വാക്കുണ്ട്, അതുകൊണ്ടാണ് ഇത് കൊടുത്തത്. ഇന്ന ഹാദിഹി, തീർച്ചയായിട്ടും ഇത് തദ്കിറ, ഓർമ്മിപ്പിക്കലാണ്. അതിനർത്ഥം തീർച്ചയായും ഇത് ഓർമ്മിപ്പിക്കലാണ്. ഫൽയഅ്ബുദൂ റബ്ബ ഹാദൽ ബൈത്ത്, കഅബയുടെ നാഥന് നിങ്ങൾ ആരാധിക്കൂ, നിങ്ങൾ ഇബാദത്ത് ചെയ്യൂ എന്നാണ് അതിൻ്റെ അർത്ഥം. അർത്ഥമൊന്നും എഴുതേണ്ട ആവശ്യമില്ല. അടുത്തത് ഹാദ എന്നുള്ളത് പകർത്തി എഴുതാനുള്ളതാണ്. ഹാദ ഹാദിഹി എന്നുള്ളത് അതങ്ങനെ എഴുതി കൊടുക്കുക. പിന്നെ പരീക്ഷയ്ക്ക് വരിക ഇങ്ങനെയായിരിക്കും. ഹാദിഹി എന്ന് കൊടുക്കും, എന്നിട്ട് ഡാഷ് കൊടുക്കും, പിക്ചറും കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ എന്താണെന്ന് എഴുതുക. ചിലപ്പോൾ ഹാദ ഹാദിഹി എഴുതാനുണ്ടാവുക. അപ്പോൾ താ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഹാദിഹി എന്ന് എഴുതുക, താ ഇല്ല എന്നുണ്ടെങ്കിൽ ഹാദ എന്നും എഴുതാം. അങ്ങനെയായിരിക്കും പരീക്ഷയ്ക്കുണ്ടാവുക. പിന്നെ അദബ് പബ്ലിക്കേഷന് ഒരു പരീക്ഷ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഒരു പുസ്തകം ഇറക്കിയിട്ടുണ്ട്. ഓരോ വിഷയത്തിലും 8 വീതം ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാകും. അപ്പോൾ 4 വിഷയങ്ങളിലായിട്ട് 32 ക്വസ്റ്റ്യൻ പേപ്പർ, 64 68 പേജ് ഉണ്ടാകും. അത് പുറത്തിറക്കിയിട്ടുണ്ട്. ആവശ്യമുള്ളവർ കമൻറ്റിൽ അറിയിക്കുക, അല്ലെങ്കിൽ ഞാൻ വാട്സപ്പ് നമ്പർ കമൻറ്റിൽ കൊടുക്കാം, അതിലേക്ക് ബന്ധപ്പെട്ടാലും മതി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.